പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജീവനും പുനരുത്ഥാനവുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹത്തിലേക്ക് വിളിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരെയും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രഭാത പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടിയുണ്ടായിരിക്കും. കർത്താവിന് എല്ലാം സാധ്യമാണ് എന്ന് നാം വിശ്വസിക്കുന്നു. വിധവയുടെ ഏക പുത്രൻ മരണപ്പെട്ടു പോയത് കണ്ട് നിലവിളിച്ച് വ്യസനിക്കുന്ന കരയുന്ന വിധവയെ കരുണയോടെ നോക്കിക്കണ്ട കർത്താവ് ആ മകളോട് പറഞ്ഞു, മകളെ, നീ കരയേണ്ട. തൽക്ഷണം യേശു മരിച്ചുപോയ ആ മകൻ്റെ മേൽ കരം സ്പർശിച്ച് ഉടനെ അവൻ എഴുന്നേറ്റിരുന്നു, സംസാരിച്ചു. കർത്താവായ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് നാം വിശ്വസിക്കുക. എല്ലാം അവിടത്തേക്ക് സാധ്യമാണ്. നിങ്ങൾ എന്താണോ ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്നത്, ഏത് കാര്യത്തിനു വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, എന്താണോ ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും ആവശ്യം, അത് കർത്താവിൽ ഉവ്വ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവെ, നിനക്കെല്ലാം സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തീർച്ചയായും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കും. നിങ്ങൾക്കെല്ലാം സാധ്യമാക്കി കർത്താവ് മാറ്റും. അതിനാൽ ഇന്നത്തെ ദിവസം കർത്താവിനെല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുക. തീർച്ചയായും നിങ്ങൾ ഇന്നത്തെ ദിവസം വലിയൊരു അത്ഭുതം കണ്ടിരിക്കും. വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം യേശു നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏക പുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ യേശു പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെപ്പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മരിച്ചവനെ ഉയർപ്പിച്ച് ജീവനിലേക്ക് കൊണ്ടുവന്ന കർത്താവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വീണ്ടും ഞങ്ങളെ ക്ഷണിച്ച കർത്താവേ, അങ്ങയ്ക്ക് ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്തെയും കരുണയെയും ഓർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഞങ്ങളും ആയിരിക്കുന്നു. എന്നാൽ കർത്താവായ ദൈവമേ, നിന്റെ കരുണയുടെ കരം, നിന്റെ കരുണയുടെ നയനങ്ങൾ ആ വിധവയുടെ ഏക മകൻ്റെ, മരിച്ചുപോയ ആ മകൻ്റെ ശവം എഴുന്നേൽപ്പിച്ച് നടത്താൻ തക്കവണ്ണം നീ അവനെ സ്നേഹിച്ചിരുന്നു. ആ വിധവയുടെ കണ്ണുനീർ നീ കണ്ടിരുന്നു. കർത്താവേ, ആ വിധവയ്ക്ക് ആകെയുള്ള ആ മകനെ കൂടി നഷ്ടപ്പെടാൻ അത്രമാത്രം ദുഃഖത്തിലും വേദനയിലും കഴിഞ്ഞ ആ വിധവയുടെ മേൽ നീ കരുണ തോന്നി.
സ്വന്തം മകനെ ജീവനിലേക്ക് ഉയർപ്പിച്ച്, മരിച്ചുപോയ മകനെ ജീവനിലേക്ക് ഉയർപ്പിച്ചു കൊണ്ടുവന്ന കർത്താവേ, അങ്ങ് ജീവനും പുനരുത്ഥാനവുമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതേറ്റു പറയുന്നു. കർത്താവേ, ഇന്ന് സ്തംഭിച്ചുപോയ ഞങ്ങളുടെ ജീവിതത്തെ നീ വീണ്ടും പുനർജീവിപ്പിക്കണമേ. ഞങ്ങളുടെ തടസ്സപ്പെട്ട് കിടക്കുന്ന ജീവിത മാർഗത്തെ പുനരുദ്ധരിക്കണമേ. എൻ്റെ കർത്താവേ, അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങളോടൊന്ന് മനസ്സലിയണമേ. അങ്ങ് വിധവയോട് മനസ്സലിഞ്ഞതുപോലെ, ആ വിധവയ്ക്ക് ഒരത്ഭുതം കാണാൻ നീ ഇടയാക്കിയതുപോലെ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും മനസ്സലിഞ്ഞ് ഞങ്ങളും ഇന്ന് നിന്റെ അത്ഭുതം കാണുവാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നീ ഇടപെടണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ നീ ഇടപെടണമേ. ഞങ്ങളുടെ ജീവിത മാർഗത്തിൻ്റെ തടസ്സങ്ങളിൽ നീ ഇടപെടണമേ. വഴിയും സത്യവും ജീവനുമായ കർത്താവായ ഈശോയെ, ഞങ്ങളുടെ വഴിയിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ തടസ്സങ്ങളെയും ഇപ്പോൾ നിന്റെ ശക്തിയാൽ, നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ മാറ്റിക്കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മേൽ കരുണ ചൊരിഞ്ഞ് ഇന്ന് ഒരു വലിയ അത്ഭുതം കാണാൻ ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി, അനാഥർക്കു വേണ്ടി, വിധവകൾക്കു വേണ്ടി, ദുഃഖിതർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നി ഇപ്പോൾ തന്നെ നീ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ മേൽ മനസ്സലിഞ്ഞ് നീ കാണണമേ. ഞങ്ങളുടെ ഹൃദയത്തെ നീ കാണണമേ. ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. എൻ്റെ കർത്താവേ, ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാവർക്കും വലിയൊരു അത്ഭുതം കാണാൻ ഇന്ന് നീ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ, ശക്തിപ്പെടുത്തണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കർത്താവേ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും, ആരൊക്കെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഇതുവരെ പങ്കെടുത്തിട്ടുണ്ടോ, അവരെല്ലാം അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ, മേഖലകളിൽ ഇപ്പോൾ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവരുടെ മേൽ മനസ്സലിഞ്ഞ് നീ അവരെ സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിന്റെ അത്ഭുതം ലോകം മുഴുവനും പ്രകീർത്തിക്കുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന അനേകരിലേക്ക് നീ അയച്ചു കൊടുക്കാൻ ഇവരിൽ കൂടി നീ ഇടപെടണമേ. ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും നിറയുന്നതിന്, ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിക്കുന്നതിന് ഞങ്ങളെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഇടവരുത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി, പ്രത്യേകിച്ച് രോഗികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. കർത്താവേ, നിനക്ക് മാത്രമേ ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ വിശ്വസിക്കുന്നു, നിന്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, നിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു, നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ അത് ഏറ്റുപറയുന്നു. ഇന്ന് എല്ലാം കൊണ്ടും അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ച് കടാക്ഷിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കരുണയോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്ത നാഥ, ഞങ്ങളോട് മനസ്സലിഞ്ഞ് ഞങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ നടത്തുന്ന കർത്താവേ, ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെ സാധിച്ചു തരുന്ന കർത്താവേ, അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ പ്രത്യേക പ്രാർത്ഥന ഇന്ന് ഞങ്ങൾക്കുണ്ടാകണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് ഒരു വലിയ അത്ഭുതം കാണാൻ നിങ്ങളെ ഇടയാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ യാത്രയിലും പോക്കിലും വരവിലും എല്ലാം, ഇന്നത്തെ നിങ്ങളുടെ ഇടപാടുകളിൽ എല്ലാം കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, വിജയിപ്പിക്കട്ടെ. സന്തോഷവും സമാധാനവും നൽകി നിങ്ങളെ അവിടുന്ന് ആശീർവദിക്കട്ടെ. ഇന്ന് വൻ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് നിങ്ങൾക്ക് ശക്തി തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. ആമേൻ.